ഇന്നൊരു വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കണം. അപ്പോൾ ഈ ചിക്കനിലേക്ക് ഇങ്ങനെ മസാലപ്പൊടികളൊക്കെ ഇട്ട സമയത്ത് അത് നിങ്ങൾക്ക് കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് തോന്നി അങ്ങനെ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ചിക്കനാണ്. ചിക്കൻ കുറച്ച് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് അങ്ങനെ കുറച്ച് ഉപ്പും മുളകും മഞ്ഞളും കുരുമുളക് പൊടിയും ചിക്കൻ മസാലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അതും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക കേട്ടോ. പിന്നെ നമുക്കതിലേക്ക് മെയിനായിട്ട് വേണ്ടത്, ഞാൻ ഫസ്റ്റ് ടൈം കേട്ടോ ഉണ്ടാക്കുന്നത് സംഭവം പൊറോട്ട. ഇന്നലെ ബാക്കി വന്നൊരു 3 പൊറോട്ട ഉണ്ട്. അത് വെച്ചിട്ടൊരു ഫ്യൂഷൻ ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി അതാ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെജിറ്റബിൾസൊക്കെ ഒന്ന് ചോപ്പറിലിട്ടിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. ഒക്കെ കൈക്ക് വേണ്ടിയില്ല, നല്ല പൊടിയായി കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ പാത്രത്തേക്ക് മാറ്റാം. ഇത് ക്യാബേജും ക്യാരറ്റും കൂടെ കട്ട് ചെയ്ത് ഇടാം. ക്യാരറ്റും ക്യാബേജും അതും കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. ആദ്യം ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇത് വഴറ്റിയെടുക്കണം. ഇതാ അങ്ങനെ ഒരു പാന് വെച്ചിട്ടുണ്ട്. നമുക്ക് ചൂടായി വരുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കൂട്ടത്തിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ എണ്ണ നല്ലോണം ചൂടാവട്ടെ. ചിക്കൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ പൊറോട്ട ഇതേപോലെ ചെറുതാക്കി കട്ട് ചെയ്യണം. പൊറോട്ട കട്ട് ചെയ്ത കൂട്ടത്തിൽ ഞാൻ എൻ്റെ കയ്യും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തു. ഞാൻ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കത് മുകൾ കൂടെ ഇട്ടൊന്ന് ജസ്റ്റ് വെറും അലങ്കാരത്തിന്. ചിക്കൻ ഏകദേശം എന്തിട്ടോ നമുക്ക് ഇട്ട് കൊടുക്കാം. എൻ്റെ അഭിപ്രായത്തിൽ ഇത് മുഴുവൻ വേണ്ടതാണ്. കട്ട് ചെയ്ത് വന്നപ്പോൾ കുറേ വെജിറ്റബിൾസ് ഉള്ള പോലെ ഒരു ഹാഫ് പോർഷൻ നമുക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാനത്ര ഇട്ട് കൊടുക്കുന്നുള്ളൂ. കുറച്ച് ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി. ഇന്ന് കുട്ടികളൊക്കെ കഴിക്കാനുള്ളത് ഞാൻ വല്ലാതെ എരിവ് കൂട്ടുന്നില്ല കേട്ടോ. ഏകദേശം നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. നമുക്ക് നമ്മളെ മെയിൻ ഐറ്റം ചേർക്കാം. പൊറോട്ട. നമ്മൾ ചപ്പാത്തിക്ക് വെച്ച് ഇങ്ങനെ ചെയ്തൊക്കെ ഉണ്ടാകണം. പക്ഷേ പൊറോട്ട വെച്ച് ഞാനൊന്ന് ചെയ്ത് നോക്കുക. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ആരെയൊക്കെ ചെയ്തേക്കണോ എന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അതുവരെ ഉണ്ടാക്കിയിട്ടുമില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. സക്സസ് ആയോ ഇനിയും ഉണ്ടാക്കാം. അത് നന്നായിട്ട് മിക്സ് ചെയ്യട്ടെ. ഒരു കയ്യിൽ ഫോണും പിന്നെ ഒരു കയ്യിൽ ചട്ടക്കും വെച്ചിട്ട് ശരിക്കും മിക്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഫോണൊന്നും മാറ്റി വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യട്ടെ കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് സമയം ഒന്ന് മൂടി വെക്കാം. ഇനി ഇതിക്കേ കുറച്ച് പിസ്ത സോസ് കേട്ടോ, ജസ്റ്റ് വെറുതെ ഫ്ലേവറിന്. പിന്നെ കുറച്ച് മയോണൈസും കെച്ചപ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ പറഞ്ഞ ഐറ്റമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഫ്രൈസ് കൂടെ ആയിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ മുകൾക്കൊന്ന് ഇങ്ങനെ നെത്തി വെക്കാം. ഇനി ഇതിൻ്റെ മുകൾക്കൊരു ഐറ്റം കൂടെ ഉണ്ട് കേട്ടോ. പറഞ്ഞു വന്നപ്പോൾ അത്ര സിമ്പിളൊന്നും അല്ലല്ലേ. ഫസ്റ്റ് കാണിച്ചപ്പോൾ ആ ഒരു പൊറാട്ടയും വെജിറ്റബിൾസും ചിക്കനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്താ ചീസ് മുകളിൽ കൂടെ ഇട്ടിട്ടേ ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇടാം. എന്നാൽ പിന്നെ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആവുള്ളൂ. അവിടെ നിന്ന് പറയുന്നുണ്ട് പിസ്സ അല്ലേ എന്നൊക്കെ ചോദിക്കൊണ്ട്, ആ പിസ്സയുടെ പോലെ വേറൊരു ഐറ്റം. പിസ്സ ഏതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എണീറ്റ് വന്നപ്പോൾ തന്നെ സ്മെൽ അടിച്ചിട്ടാണ് വന്നതാണ്. ഇന്ന് എന്തോ എനിക്ക് മനസ്സിലായി, സാൻഡ്വിച്ച് ആണോ ബർഗറാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ പിസ്സ സോസ് കഴിച്ചപ്പോഴേ എന്തിൻ്റെയൊക്കെ ഒരു മണം അവർക്ക് കിട്ടിയിരിക്കണം. അപ്പോൾ അതാ ചീസൊക്കെ ഇട്ട് നമുക്കതേ മൂടി വെക്കാം. നമ്മൾ ചീസൊക്കെ മെൽറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. സംഭവം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് റിച്ചോ? സൂപ്പർ അല്ലേ?